ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നോക്കുന്ന ഡീമൺ സ്ലെയർ ഇൻഫിനിറ്റി കാസ്റ്റിൽ ആർക്കിൻ്റെ എപ്പിസോഡ് 7-8 ആണ്. അപ്പോൾ അതിൻ്റെ മുന്നത്തെ എപ്പിസോഡായാലും കണ്ടിട്ടില്ലേ, പോയി കണ്ടിട്ട് വരിക. അപ്പോൾ നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് പോവാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഉപേക്ഷിക്കിൻ്റെ ഫാമിലിനെയാണ്. അവിടെ കിരയും കനോവയും ഉണ്ട്. ഇതിൽ കനോവ കരയുകയാണ്. കനോവ, നമ്മൾ കരയാൻ പാടില്ല, നമ്മൾ നമ്മുടെ വർക്കിൽ ഫോക്കസ് ചെയ്യണം. അടുത്ത സീനിൽ കളിക്കുന്ന നമ്മുടെ ഫോർമർ ആശരായിട്ടുള്ള ടെങ്കിനെയും ഷിൻജൂറേനെയാണ്. ഇത്ര യങ്ങറായിട്ടുള്ള ഏജിൽ തന്നെ ഇവർ എത്ര നന്നായിട്ടാണ് അവരുടെ വർക്ക് ചെയ്യുന്നത്. ഇവർ ശരിക്കും ഉപേക്ഷിക്കുന്ന മക്കൾ തന്നെ. അദ്ദേഹത്തിൻ്റെ എല്ലാ കഴിവുകളും കിട്ടിയിട്ടുണ്ട്. ഇവർ ശരിക്കും അമേസിംഗ് ആണെന്ന് പറയാന്ന്. ഈ ഷിൻജൂറ എന്ന് പറയുന്നത് നമ്മുടെ ഫയർ ആശറായിട്ടുള്ള റെങ്കോക്കുൻ്റെ ഫാദറാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ സക്കോജിനെയാണ്. സക്കോജി ഈ നെസുക്കോനെ എന്തോ ട്രീറ്റ്മെൻ്റ് ഒക്കെ കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ്. സക്കോജി നെസുക്കോനെ ആ പഴയ രീതിയിലേക്ക് ആക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ശ്രമം ശരിക്കും നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുസാന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ എട്ടിൻ്റെ പണിയായിരിക്കും ഇത്. കാരണം ഈ നെസുക്കോയ്ക്ക് മാത്രമേ ഉള്ളൂ ഡീമണിൽ സൺലൈറ്റിൽ അതിജീവിക്കാൻ പറ്റുന്നുള്ളൂ. ഈ മുസാന് പോലെ ഡീമൺ കിങ് ആയിട്ടുള്ള ഈ മുസാന് പോലും ശരിക്കും ഈ സൺലൈറ്റിനെ ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ സക്കോജി ഒരുപാട് ട്രീറ്റ്മെൻറ്റ് നടത്തി മുസാനെ തോൽപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. പിന്നെ സക്കോജി ആലോചിക്കുകയാണ്, പണ്ട് തൻ്റെ മുന്നിൽ ഒരു സഹായത്തിന് വന്ന ഒരു പയ്യൻ്റെ മുഖം, അത് ടാഞ്ചിറോയുടെ മുഖമായിരുന്നു. ആ പയ്യൻ എത്ര സ്നേഹിക്കുന്നുണ്ട് അവൻ്റെ അനിയത്തിയെ എന്ന് കാണിക്കുന്നതാണിത്. തൊട്ടടുത്ത സീനിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ടാഞ്ചിറോനെ അഗാസനെയാണ്. ഫയർ ഓഫ് ഗോഡ് യൂസ് ചെയ്തിട്ട് ടാഞ്ചിറോ അഗാസനെ കൈക്ക് തന്നെ ചാടി വെട്ടുന്നുണ്ട്. എനിക്ക് കൊല്ലാൻ പറ്റും, എനിക്ക് ആ ഡീമനെ ഉറപ്പായിട്ടും കൊല്ലണം, എനിക്ക് അവനെ കൊന്നേ പറ്റൂ. അതിനിടയിൽ അഗാസൻ പഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ടാഞ്ചിറോയ്ക്ക് ഒന്ന് കൊള്ളുന്ന പോലുമില്ല. ടാഞ്ചിറോ ചാടി വന്ന് അഗാസൻ്റെ കൈ തന്നെ എടുത്ത് ഒരൊറ്റ വെട്ടുകയാണ്. ഇത് കണ്ടത് ഗിയുവിൻ്റെ കിളി പോലെ പാറിപ്പോവുകയാണ്. കാരണം ഗിയു ഒന്നും ചെയ്യുന്നില്ല, ടാഞ്ചിറോ ആണ് അറ്റാക്ക് ചെയ്യുന്നത്. ടാഞ്ചിറോ ചാടി വന്നിട്ട് അഗാസിൻ്റെ കൈ മുറിക്കുകയാണ്. ഇനി അവൻ്റെ തല എന്ന് പറഞ്ഞ് ടാഞ്ചിറോ ചാടി വരുമ്പോൾ തന്നെ അഗാസ ആ മുറിച്ച കൈ റീജനറേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എന്നിട്ട് അഗാസ ടാഞ്ചിറോൻ്റെ മുഖത്ത് നോക്കി ഒരു പഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഉടനെ തന്നെ ടാഞ്ചിറോ ചാടി വന്ന് അവിടെ നിന്ന് ജസ്റ്റ് ഒരു ഇതിന് മാറുകയാണ്. ടാഞ്ചിറോ ചുമ്മാ ഒന്ന് മാറിയതല്ല, ടാഞ്ചിറോ അഗാസിൻ്റെ മുഖത്ത് കിടിലനായിട്ട് ഒരു മുറിവിട്ടിട്ടാണ് അവിടുന്ന് പോകുന്നത്. ഇതൊക്കെ കാണുന്ന ഗിയു പറയാണ്, ഞാൻ അന്ന് കണ്ട ആ പാവം പയ്യനല്ല അവൻ. അവൻ ശരിക്കും ശക്തിയും ബുദ്ധിയുമുള്ള ഒരു അപ്പർ മൂണിന് പോലും തോൽപ്പിക്കാൻ ശേഷിയുള്ള ഒരു അടിപൊളി ഡീമൺ സ്ലെയറായി മാറിക്കഴിഞ്ഞു. അപ്പോൾ നീ ഞാൻ ഉദ്ദേശിച്ച പോലെ അത്ര വീക്കല്ല. നീ എല്ലാ ടെക്നിക്കും നന്നായി ചെയ്യുന്നുണ്ട്. ഇനിയാണ് മോനെ കളി തുടങ്ങാൻ വന്നത്. ഞാൻ എന്നെ റെസ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങുന്നു എന്ന് പറഞ്ഞ് അഗാസ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. അതോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ കൈയാണ്. അപ്പോൾ നമ്മൾ അടുത്ത എപ്പിസോഡായിട്ട് വേഗം തന്നെ വരാം. ഇതുവരെ വീഡിയോസ് ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം കാണാം. അതുവരെ ടാറ്റ.